രണ്ടാം പിണറായി സർക്കാരിനെതിരെ ആഞ്ഞടിച്ച് മുതിർന്ന CPIM നേതാവ് EP ജയരാജൻ. പാർട്ടിയും സർക്കാരും തെറ്റുകൾ തിരുത്തണമെന്ന് EP ജയരാജന്റെ ആത്മകഥയായ കട്ടൻ ചായയും പരിപ്പുവടയും ഒരു കമ്മ്യൂണിസ്റ്റിന്റെ ജീവിതത്തിൽ പറയുന്നു. തന്റെ ഭാഗം കേൾക്കാതെയാണ് LDF കൺവീനർ സ്ഥാനത്ത് നിന്ന് മാറ്റിയത്. പ്രകാശ് ജാവദേക്കറുമായുള്ള കൂടിക്കാഴ്ച ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് ചർച്ചയാക്കിയതിന് പിന്നിൽ ഗൂഢാലോചനയുണ്ട് എന്നും EP പറയുന്നു. സെക്രട്ടേറിയറ്റിൽ അറിയിച്ചതിനു ശേഷമാണ് സാന്റിയാഗോ മാർട്ടിൻ ഉൾപ്പെടെയുള്ളവരിൽ നിന്ന് ദേശാഭിമാനിക്ക് പരസ്യം വാങ്ങിയത്. എന്നാൽ VS അച്യുതാനന്ദൻ തനിക്കെതിരെ ആയുധമാക്കി. ഡോക്ടർ P സരിനെ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയാക്കിയതിലും അതൃപ്തി. ചേലക്കരയിൽ അൻവറിന്റെ സ്ഥാനാർത്ഥി LDFനും ദോഷമുണ്ടാക്കുമെന്നും ഈ പുസ്തകത്തിൽ പറയുന്നുണ്ട്. രാഷ്ട്രീയ വിവാദങ്ങൾക്ക് വിശദമായ മറുപടി പറയുന്ന പുസ്തകം DC ബുക്സ് ഇന്ന് പുറത്തെത്തിക്കും. 24 ബിഗ് എക്സ്ക്ലൂസീവ്. ടോബി ജോൺസൺ ചേരുന്നുണ്ട് വിവരങ്ങളുമായി കോട്ടയത്ത് നിന്ന്. ടോബി, CPMനെ സർക്കാരിനെ പ്രതിരോധത്തിലാക്കുന്ന തരത്തിലുള്ള പരാമർശങ്ങൾ ആ പുസ്തകത്തിൽ ഇടം പിടിക്കുന്നു. പ്രകാശ് ജാവദേക്കറുമായി ബന്ധപ്പെട്ട കൂടിക്കാഴ്ച വിവാദം, പിന്നീട് അതൊരു തെരഞ്ഞെടുപ്പ് ദിനത്തിലെ തുറന്നുപറച്ചിൽ, അങ്ങനെ പാർട്ടിക്കകത്ത് വലിയ രീതിയിലുള്ള പ്രതിസന്ധികൾ ഉണ്ടാക്കിയെന്നുള്ള വിമർശനം ഒരു ഭാഗത്ത് നിൽക്കുന്ന സാഹചര്യം, അതിനിടയിൽ LDF കൺവീനർ സ്ഥാനത്ത് നിന്ന് പാർട്ടി തെറിപ്പിക്കുന്ന സാഹചര്യം, അതിനൊക്കെ ഇടയിൽ ഇപ്പോൾ ഇന്ന് വോട്ടെടുപ്പ് നടക്കുന്ന ഈ ദിനത്തിൽ ആ പുസ്തകത്തിലെ വിവരങ്ങൾ പുറത്തു വരുന്നു. അത് എത്രത്തോളം CPMനെ സംബന്ധിച്ചിടത്തോളം, സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം പ്രതിരോധത്തിലാക്കുന്നുണ്ട് ടോബി? സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതിരോധത്തിലേക്ക് ഈ ഒരു പുസ്തകം പോകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എന്നിരുന്നാലും EP പറഞ്ഞു വെക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. അത് BJPയുമായി അല്ലെങ്കിൽ BJPയുമായി അടുക്കുന്നുവെന്നുള്ള വലിയ രാഷ്ട്രീയ വിവാദങ്ങൾ ചർച്ചയായിരുന്നു. ആ ഒരു കാര്യത്തിന് അടിവരയിട്ട് താൻ പാർട്ടിക്കാരനായി തന്നെ നിൽക്കും, അല്ലെങ്കിൽ താൻ ഒരു CPM പ്രവർത്തകനാണ്, അല്ലെങ്കിൽ CPM ആണ്, പാർട്ടിക്കാരനാണ്, ഇടതുപക്ഷക്കാരനാണ്, കമ്മ്യൂണിസ്റ്റാണ്, ആ ഒരു നിലപാടിൽ ജീവിതാവസാനം വരെ ഉറച്ചു നിൽക്കുമെന്ന് പറയുകയാണ് ഈ പുസ്തകത്തിലൂടെ EP പറഞ്ഞിരിക്കുന്നത്. എന്തായാലും ഈ ബുക്ക് DC ബുക്സ് ആണ് പുറത്തിറക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, കഴിഞ്ഞ കുറേ നാളുകളായി EP-യുമായി ബന്ധപ്പെട്ടുണ്ടായ വിവാദങ്ങൾക്കെല്ലാം EP-യുടെ മറുപടി വരുന്നു ഈ പുസ്തകത്തിലൂടെ എന്നുള്ളതാണ്. അതിൻ്റെ വിശദാംശങ്ങളാണ് നമ്മളിപ്പോൾ പറയുന്നത്. തുറന്നെഴുതുകയാണ് EP ജയരാജൻ. അതായത് അദ്ദേഹത്തിന് പറയാനുള്ളത്, പാർട്ടിയോടും പൊതുസമൂഹത്തോടും പറയാനുള്ളത് എല്ലാം തന്നെ അദ്ദേഹം ഈ പുസ്തകത്തിലൂടെ തുറന്നെഴുതുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. പുസ്തകത്തിൻ്റെ പേര് കട്ടൻ ചായയും പരിപ്പുവടയും ഒരു കമ്മ്യൂണിസ്റ്റിൻ്റെ ജീവിതം എന്നുള്ളൊരു പേരാണ്. അതിൻ്റെ പുറംചട്ട EMSനോടൊപ്പം അദ്ദേഹം നിൽക്കുന്ന ഒരു ചിത്രവും കൂടിയാണ്. അത് തന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഒരു യഥാർത്ഥ കമ്മ്യൂണിസ്റ്റാണ് താനെന്ന് പറയാൻ ശ്രമിക്കുകയാണ് EP. അതിൽ തുടർന്ന് ഇങ്ങോട്ട് നോക്കുകയാണെങ്കിൽ ആദ്യഘട്ടത്തിൽ അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിൻ്റെ ജീവിതം, അല്ലെങ്കിൽ അദ്ദേഹം ഈ വളർന്നു വന്ന രാഷ്ട്രീയത്തിലേക്ക് വന്ന സാഹചര്യങ്ങളെക്കുറിച്ചാണ് വിശദമായി പറഞ്ഞു പോകുന്നത്. അതിനുശേഷം ആദ്യം പറയുന്ന വിവാദം എന്ന് പറയുന്നത് ദേശാഭിമാനിയുമായി ബന്ധപ്പെട്ടുള്ളത് തന്നെയാണ്. ദേശാഭിമാനിയുടെ ചുമതലയിലേക്ക് വന്നപ്പോൾ വലിയ വിവാദങ്ങളിലേക്ക് പോയൊരു കാര്യമാണ്. സാന്റിയാഗോ മാർട്ടിനിൽ നിന്നും പരസ്യം വാങ്ങിയതുമായി ബന്ധപ്പെട്ട് ആ വിവാദം വലിയ രീതിയിൽ ചർച്ചയായ ഒരു വിഷയമാണ്. അതുപോലെ തന്നെ വിവാദ വ്യവസായി VM രാധാകൃഷ്ണനിൽ നിന്നും പരസ്യം പാർട്ടി സമ്മേളനത്തിൻ്റെ സമയത്ത് വാങ്ങിയതും വലിയ വിവാദമായിരുന്നു. ഇക്കാര്യങ്ങളെല്ലാം താൻ ഒരു വ്യക്തി എന്ന നിലയ്ക്ക് ചെയ്തതല്ല, പാർട്ടിയുടെ അനുമതിയോടുകൂടി പാർട്ടി സെക്രട്ടേറിയറ്റിൽ ചർച്ച ചെയ്താണ് ഈ തീരുമാനങ്ങൾ എടുത്തത്. എന്നാൽ സാന്റിയാഗോ മാർട്ടിൻ്റെ വിഷയത്തിൽ VS അച്യുതാനന്ദൻ അന്ന് പാർട്ടി വിഭാഗീയതയുടെ മൂർധന്യാവസ്ഥയിലായിരുന്നു. അന്ന് VS അച്യുതാനന്ദൻ തനിക്കെതിരെ അതൊരു ആയുധമാക്കിയെന്ന് EP പറഞ്ഞു വെക്കുന്നു. തുടർന്ന് VM രാധാകൃഷ്ണൻ്റെ പരസ്യം വാങ്ങിയതും ഒപ്പം തന്നെ ദേശാഭിമാനിയുടെ കെട്ടിടം VM രാധാകൃഷ്ണന് വിറ്റതും അടക്കമുള്ള കാര്യങ്ങളിലും വിശദീകരണമുണ്ട്. അത് തൻ്റെ അറിവോടെയല്ല, ദേശാഭിമാനിയുടെ മാനേജിംഗ് കമ്മിറ്റിയാണ് അത് തീരുമാനിച്ചത്. അതുപോലെ തന്നെ സെക്രട്ടേറിയറ്റിലും ഈ വിഷയം ചർച്ച ചെയ്തിരുന്നു എന്ന് പറയുന്നു. അതിനുശേഷമാണ് മറ്റു കാര്യങ്ങളിലേക്ക്, ഏറ്റവും പ്രധാനപ്പെട്ട BJPയുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ച് അടക്കം പറയുന്നത്. പ്രകാശ് ജാവദേക്കറുമായിട്ടുള്ള കൂടിക്കാഴ്ച അടക്കമുള്ള കാര്യങ്ങളിൽ വിശദമായിട്ടുള്ള ഒരു നിലപാട് അദ്ദേഹം ഈ പുസ്തകത്തിൽ പറയുന്നുണ്ട്. ഇൻഡിഗോ യാത്രയുടെ കാര്യം പറയുന്നുണ്ട്. കൺവീനർ സ്ഥാനം നഷ്ടപ്പെട്ടതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. കൺവീനർ സ്ഥാനത്ത് നിന്ന് മാറ്റിയതിൽ വലിയ പ്രയാസമുണ്ടായെന്ന് EP പറയുന്നു. താനില്ലാത്ത സെക്രട്ടേറിയറ്റിലാണ് ഈ വിഷയം ചർച്ച ചെയ്തത്. പദവി നഷ്ടപ്പെട്ടു എന്നതിൽ വലിയ പ്രയാസമുണ്ട്. പാർട്ടി തന്നെ മനസ്സിലാക്കിയില്ലെന്ന് അദ്ദേഹം പറയുന്നു. താനൊരു കേന്ദ്ര കമ്മിറ്റി അംഗമാണ്, തനിക്കെതിരെ നിലപാട് സ്വീകരിക്കേണ്ടത് കേന്ദ്ര കമ്മിറ്റിയാണ്, അതുണ്ടായില്ല, അതിൽ വലിയ ഒരു അതിർത്തിയുണ്ട്. എന്തായാലും അന്തിമ തീരുമാനം ഉണ്ടാകേണ്ടത് കേന്ദ്ര കമ്മിറ്റിയിൽ നിന്നാണെന്ന് EP പുസ്തകത്തിലൂടെ പറയുന്നുണ്ട്. ഉൾപാർട്ടിയിൽ ചർച്ച ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം അവിടെ പറയും. എന്നാൽ ഈ വിഷയം പാർട്ടി എടുത്ത തീരുമാനം അണികൾക്കിടയിൽ വലിയ തെറ്റിദ്ധാരണയുണ്ടായെന്നും
ഇ.പി. പറഞ്ഞു വെക്കുന്നുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് ഈ കൂടിക്കാഴ്ച എന്ന് പറയുന്നത്. പ്രകാശ് ജാവദേക്കറുമായിട്ടുള്ള കൂടിക്കാഴ്ച ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പിൽ അത് പുറത്തു വന്നതിന് പിന്നിൽ വലിയ ഗൂഢാലോചനയുണ്ട്. സ്വാഭാവികമായും അദ്ദേഹം മറ്റ് പല നേതാക്കളെയും രമേശ് ചെന്നിത്തല, ബിനോയ് വിശ്വം, കുഞ്ഞാലിക്കുട്ടി തുടങ്ങിയവരെല്ലാം അദ്ദേഹം ഈ പ്രഭാരിയായിട്ട് കേരളത്തിന്റെ ചുമതലയുള്ള പ്രഭാരിയായി ചുമതലയേറ്റതിന് ശരി, ടോബി ജോൺസൺ വിവരങ്ങൾ നൽകുകയായിരുന്നു.